ജേസൺ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ചില പ്ലെയേഴ്സിനെ പോലെ എൻ്റെ വീഡിയോയ്ക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് എനിക്കറിയാം. അതൊക്കെ ഇനി പരിഹരിക്കാമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നടന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങളിൽ ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യം തന്നെ ഗ്ലാമർ പോരാട്ടമായിരുന്ന മാഡ്രിഡ് ഡെർബിയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ വളരെ നല്ലൊരു മാച്ചായിരുന്നു. സാന്റിയാഗോ ബെർണാബ്യൂവിൽ റയൽ മാഡ്രിഡിൻ്റെ തട്ടകത്തിൽ 1-2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുകയും കിടിലൻ 2 ഗോൾ എന്ന് പറയുന്നത് റോഡ്രിഗോ അടിച്ചതും ഹൂലിയൻ അൽവാരസ് അടിച്ച രണ്ട് പൊസിഷനിൽ നിന്നും. കളി പരിശോധിക്കുവാണെങ്കിൽ സ്റ്റാറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ റയൽ മാഡ്രിഡാണ് പൊസിഷനെല്ലാം കീപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ പൊസിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കളിച്ചത്. അതുപോലെ തന്നെ ആർസണൽ അങ്ങനെ ഡച്ച് വമ്പന്മാരായ PSVയെ തറപ്പറ്റിച്ചു. 7 ഗോളിനാണ് തറപ്പറ്റിച്ചത്. ആർട്ടറ്റയെ വെച്ച് നോക്കുമ്പോൾ ആർട്ടറ്റയ്ക്ക് ലീഗ് കിരീടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, പ്രീമിയർ ലീഗ് കിരീടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുപോലെ തന്നെ FA കപ്പിൽ നിന്ന് അവർ പുറത്തായി. അങ്ങനെ അവർക്ക് ആകെയുള്ള ഈ വർഷത്തെ അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നുമില്ല. അപ്പം ഈ വർഷം അടുത്ത മത്സരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആർസണലിന് എങ്ങനെയെങ്കിലും ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലെത്തുക, ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ അർട്ടറ്റ അദ്ദേഹത്തിൻ്റെ ടീമിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്, ഫസ്റ്റ് ലെഗ് മത്സരങ്ങളൊക്കെ ഉണ്ട്. അടുത്തതിലേക്ക് പോവാം. നെയ്മർ സാന്റോസിലെത്തിയ വിവരം എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാനും അറിഞ്ഞു. ചുരുങ്ങിയൊരു കാലയളവിലേക്കാണ് അദ്ദേഹം സാന്റോസിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ബാഴ്സയിൽ അദ്ദേഹം തിരിച്ചെത്തുമെന്നുള്ളൊരു റൂമറാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ബാഴ്സയുടെ ഇപ്പോഴത്തെ കോച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, അതെൻ്റെ ജോലിയല്ല, ഞാൻ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു.